Today, we unite here under the banner of ARMA, My Mind, My Care, in association with the Cochin Cancer Society and the social work students of St. Albert's College, Ernakulam, to mark World Cancer Day through a free thermal mammogram screening test camp. Today's initiative is not just about detecting breast cancer early, it's about bridging the care gap that exists in our society. ഇതെന്തോ ഒരു മോശമായിട്ടുള്ളൊരു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡിസ്ഫിഗർമെന്റ് ഉണ്ട്. നമുക്കറിയാം ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രത്യേകിച്ച് കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ മുടി. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോഡി ഇമേജിനെ ബാധിക്കുന്ന കാര്യങ്ങളും ഒപ്പം തന്നെ ഈ മറ്റു പല സംഭവങ്ങളും ഞാനൊരു ഇമ്പാക്ട് ആകാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന കുറെ ആശങ്കകളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ സ്റ്റിഗ്മയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അവസാനമായിട്ടുള്ള എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലൊക്കെ ബേസ് കിടക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ഇടയിലുള്ള അവയർനെസിന്റെ അഭാവമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവയർനെസ് ഉണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾക്കും പരിഹാരമുണ്ട്. ഇപ്പൊ ക്യാൻസർ വന്ന ഫെസിലിറ്റീസ് കുറവാണെന്നേ ഉള്ളൂ, ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇല്ല. ആ കാര്യത്തിൽ നമ്മൾ ബഹുദൂരം മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ക്യാൻസർ പോലുള്ള അസുഖങ്ങളാണെന്ന് പറയുകയാണെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ റേഷൻ കാർഡ് BPL കൺവേർട്ട് ചെയ്യാനും BPL എല്ലാവിധ ഫെസിലിറ്റീസോട് ട്രീറ്റ്മെന്റ് എടുക്കാനും ഈവൻ ട്രെയിനിൽ പോലും ഫ്രീ കൺസെഷൻസ് ഉണ്ടെന്നും ഗവൺമെന്റിന്റെ പല സ്കീംസും ഉണ്ടെന്നും ആളുകൾക്ക് അവയർനെസ് കിട്ടുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് ഈ ഫെസിലിറ്റീസ് എവിടെയാണ്, ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ള കുറെ പരിഹാരമായി. ഇനി ഇതിനേക്കാൾ ഉപരിയായിട്ട് ഈ കാണുന്ന സോ കോൾഡ് ഫിസിക്കൽ ഡിസ്ഫിഗർമെന്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൈഡ് ഇഫക്ട്സോ ഒക്കെ അതൊക്കെ വളരെ ടെമ്പററി ആണ്. ഏത് അസുഖത്തിന്റെയും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരു ഷോർട്ട് പീരീഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തിരിച്ച് നമുക്ക് പഴയതുപോലെ ആകാം, അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന പോലെ അത്ര ഭീകരമല്ല ഈ സംഭവം എന്നുള്ളത് ബോധവൽക്കരണത്തിലൂടെ വരുന്നതാണ്. ഇനി ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഡയഗ്നോസിസിന് വേണ്ടി വരുന്ന ആൾക്കാർ അവരുടെ 3rd അല്ലെങ്കിൽ 4th സ്റ്റേജിലോ നമ്മൾ പറയുന്ന ഏറ്റവും അവസാന ഘട്ടങ്ങളിലാണ് വരണേന്ന് പറയുന്നത്. അപ്പോൾ ആരംഭത്തിൽ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനും അതിന്റെ നമ്മൾ പറയുന്ന അതിന്റെ റീഹാബ് പ്രോസസ്സ് കുറച്ചുകൂടി ബെറ്റർ ആകും എന്നുള്ള ധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്നുള്ള അതിന്റെ പ്രോസസ്സിലൊക്കെ സോഷ്യൽ വർക്കേഴ്സ് ഇൻവോൾവ് ആണ്. അവരുടെ സേവനം വളരെ പ്രധാനമാണ്. കാരണം ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ടൈം ആളുകളുടെ അടുത്ത് കൗൺസിൽ ചെയ്യാനും അവരെ ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുവരാനും എളുപ്പമല്ല. അപ്പോൾ ഇവിടെയൊക്കെ സോഷ്യൽ വർക്കേഴ്സിന്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് അതിന്റെ ഒരു തുടക്കമാകട്ടെ. ലോക ക്യാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് എത്തിച്ചേർന്ന നിങ്ങളെല്ലാം ക്യാൻസർ സൊസൈറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇങ്ങനെയൊരു പ്രോഗ്രാം നമ്മളുടെ ഇവിടെ അറേഞ്ച് ചെയ്യാൻ മാമിനോടും ഡോണിയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് പബ്ലിക് പ്രോഗ്രാമാണ്. ഈ ഫസ്റ്റ് പബ്ലിക് പ്രോഗ്രാം തന്നെ, അതായത് കടവന്തറയുടെ ഈ പ്രോഗ്രാം തന്നെ ഇങ്ങനെ ഒരു സ്ക്രീനിങ് ആൻഡ് അവയർനെസ്, എസ്പെഷ്യലി ക്യാൻസർ അവയർനെസ് ആയിട്ട് നടത്താൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. രണ്ടാമത് എന്താണ് സന്തോഷം എന്ന് ചോദിച്ചാൽ സോഷ്യൽ വർക്കേഴ്സ്, സ്റ്റുഡൻസ്, നിങ്ങൾ ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിലും നാളെ സോഷ്യൽ വർക്കേഴ്സ് ആണ്, പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ആണ്. അപ്പൊ നിങ്ങളെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചതിൽ നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും മാരകമായ ഒരു അസുഖമാണ്, വളരെ വേഗം പടർന്നുകൊണ്ടിരിക്കുന്ന അസുഖമാണ്. ഏറ്റവും ഏർലി ഡിറ്റക്ഷൻ ആണ് ഏറ്റവും നല്ലൊരു പ്രതിവിധി. എന്തൊക്കെ പറഞ്ഞാലും അത് വരിക എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചെലവ് തന്നെ വളരെ ചികിത്സാ ചെലവ് വളരെ ബാധിച്ചതാണ്. സർക്കാരിന്റെ മേഖലയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ കുടുംബം ആകെ സാമ്പത്തികമായിട്ടും മറ്റ് മാനസികമായിട്ടും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം ഈ ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഇത് തമ്പാൻ തോമസ് ഫൗണ്ടേഷന്റെ ഒരു ബിൽഡിംഗ് ആണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ധാരണ ഉണ്ടായിരിക്കില്ല. കാരണം വളരെ സൈലന്റ് ആയിട്ട് ഒത്തിരിയേറെ സോഷ്യൽ വർക്ക് ആക്ടിവിറ്റീസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പറയുമല്ലോ, നമ്മളിപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചാരിറ്റിയിൽ നിങ്ങളുടെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കില്ല. അല്ലെങ്കിൽ വിസിബിലിറ്റിക്ക് വേണ്ടി ചാരിറ്റി ഒരിക്കലും ചെയ്യരുത്. കാരണം അത് എൻഡ് ഓഫ് ദ ഡേ അതൊരു ചാരിറ്റി അല്ല, അതൊരു മാർക്കറ്റിംഗ് ആണെന്ന് പറയും. അപ്പോൾ അങ്ങനെ വളരെ സ്തുത്യർഹമായിട്ട് കേരളത്തിലും പുറത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു വ്യക്തിത്വത്തിന്റെ ഒരു സ്വപ്ന കെട്ടിടമാണ് ഇതെന്ന് പറയുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട രവി തോമസ് സാറിനെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം
നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ആളുടെ സഹോദരന്റെ ജ്യേഷ്ഠന്റെ പേരിലാണ് ഈ ഒരു കെട്ടിടം നിൽക്കുന്നത്.